അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 4ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം. ലിസാനുൽ ഖുർആനിൻ്റെ 1ാമത്തെ പാഠത്തിന് മുമ്പ് ഒരു ദുആയാണ്, ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ആ പ്രാർത്ഥന ഇങ്ങനെ ഒന്ന് പാടാം. റബ്ബി റബ്ബി യാ റഹ്മാൻ ഹസ്ബി റബ്ബി യാ റഹ്മാൻ സഹിൽ അംരി ലിൽ ഫഹ്മി മാ ഫിൽ കുതുബി യാ മന്നാൻ റബ്ബി റബ്ബി യാ റഹ്മാൻ ഹസ്ബി റബ്ബി യാ റഹ്മാൻ സഹിൽ അംരി ലിൽ ഫഹ്മി മാ ഫിൽ കുതുബി യാ മന്നാൻ നവ്വിർ ഖൽബി ബിൽ ഇൽമി വശ്റഹ് സ്വദ്രി ബിൽ ഖുർആൻ ഹസ്സിൻ ഖുലുഖി വഫ്തഹ് ലി باب الخير والغفران ربي ربي يا رحمن حسبي ربي يا رحمن سهل أمري للفهم ما في الكتب يا منان وارحم أمي ثم أبي واغفر لهما يا ديان زدني علما يا ربي ولأستاذي يا رحمن ربي ربي يا رحمن حسبي ربي يا رحمن سهل أمري للفهم ما في الكتب يا منان. നമുക്കിനി 1ാമത്തെ പാഠം നോക്കാം. 1ാമത്തെ പാഠത്തിൽ നമുക്ക് ആദ്യമായി ചില ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു തോട്ടമാണ്. ഈ തോട്ടത്തിൽ ഒരുപാട് ജീവികളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പാഠത്തിൻ്റെ പേര് അജായിബു ഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ എന്നതാണ്. അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിപ്പിലും അത്ഭുതങ്ങളുണ്ട്. നമ്മൾ കാണുന്ന ഓരോ സൃഷ്ടിപ്പ് എടുത്തു നോക്കിയാലും, മനുഷ്യനാണെങ്കിലും മറ്റുള്ള ജീവികളാണെങ്കിലും ജീവനില്ലാത്തവയാണെങ്കിൽ പോലും അതിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് നോക്കാം. ഇൻതഹൽ ഇംതിഹാനുസ്സനവി, വാർഷിക പരീക്ഷ അവസാനിച്ചു. ഇൻതഹ അവസാനിച്ചു, അൽ ഇംതിഹാൻ പരീക്ഷ, അസ്സനവി വാർഷിക പരീക്ഷ അവസാനിച്ചു. ദഹബ ഫാലിലുൻ, ഫാലിൽ പോയി, മഅ വാലിദിഹി തൻ്റെ പിതാവിൻ്റെ കൂടെ, ലി സിയാറത്തി ഹദീഖത്തിൽ ഹയവാനാത്ത് മൃഗങ്ങളുടെ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി, മൃഗങ്ങളൊക്കെ ഉള്ള ഒരു തോട്ടം, ആ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി. പിതാവിൻ്റെ കൂടെയാണ് ഫാദിൽ പോയത്. ഫറ അൽ അസദ, അങ്ങനെ അവൻ അവിടെ അസദിനെ കണ്ടു. അസദ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ പറയാറുള്ള സിംഹം, ഇതിനെയാണ് അസദ് എന്ന് പറയുന്നത്. ഫറ അൽ അസദ, അവൻ അസദിനെ കണ്ടു, അഥവാ സിംഹത്തെ കണ്ടു. വസിറാഫത, ജിറാഫിനെയും കണ്ടു. വസറാഫത്ത, ജിറാഫിനെയും കണ്ടു. വല്ലബിയ, മാനിനെയും കണ്ടു. വൽ ബബിറ, പുലിയെയും കണ്ടു. വസ്സഅലബ, കുറുക്കനെയും കണ്ടു.
ഫിൽ അഖ്ഫാസി കൂടുകളിൽ. അഖ്ഫാസ് കൂടുകൾ, ഖഫസ് കൂട്, അഖ്ഫാസ് കൂടുകൾ. ഓരോ ജീവികളെയും വെവ്വേറെ കൂടുകളിലോ അല്ലെങ്കിൽ ഇത്രയുള്ള ജീവികളെ പലതരത്തിലുള്ള കൂടുകളിലായിട്ട് കണ്ടു. അഖ്ഫാസ് എന്ന് പറഞ്ഞെങ്കിൽ കൂടുകൾ. സുമ്മ മശ ഖലീലൻ, പിന്നെ കുറച്ച് അവൻ നടന്നു. ഫറ അൽ ബബ്ഗാ, അപ്പോൾ അവൻ തത്തയെ കണ്ടു. ഫറ അപ്പോൾ അവൻ കണ്ടു അൽ ബബ്ഗാ തത്തയെ. വസ്സഖ്റ പരുന്തിനെയും കണ്ടു. വൽ ഹമാമത്ത പ്രാവിനെയും കണ്ടു. വൽ അന്തലീബ അന്തലീബിനെയും കണ്ടു. രാപ്പാടി പക്ഷിയാണ് അന്തലീബ് എന്ന് പറയുന്നത്. രാപ്പാടി പക്ഷിയെയും കണ്ടു. അലല്ലഷ്ജാരി മരത്തിൻ്റെ മുകളിലായിട്ട്, മരങ്ങളുടെ മുകളിലായിട്ടാണ് ഇവിടെ കണ്ടത്. അഷ്ജാറ് മരങ്ങൾ, ഷജറ് മരം, അഷ്ജാറ് മരങ്ങൾ. ഷറഹൽ വാലിദു പിതാവ് വിശദീകരിച്ചു ലി ഇബ്നിഹി തൻ്റെ മകനോട് അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ച്, ഒത്തുയൂരി പക്ഷികളെക്കുറിച്ചും, പക്ഷികളെക്കുറിച്ചും ജീവികളെക്കുറിച്ചും, അഥവാ ഇവിടെ കണ്ട ഒരുപാട് ജീവികളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പിതാവ് തൻ്റെ മകനോട് വിശദീകരിച്ച് കൊടുത്തു. ഫഖാല ഫാദിലുൻ, അപ്പോൾ ഫാദിൽ ചോദിച്ചു, യാ വാലിദി എൻ്റെ പിതാവേ, അസ്സഅലബു കൽ കൽബി കുറുക്കൻ നായയെ പോലെയാണ്. അസ്സഅലബു കുറുക്കൻ കൽ കൽബി നായയെ പോലെയാണ്. വല്ലബിയു മാന് കൽ ഗനമി ആടിനെ പോലെയാണ്. മാന് ആടിനെ പോലെയാണ്. അലൈസ കദാലിക്ക അങ്ങനെയല്ലേ? അലൈസ കദാലിക്ക അങ്ങനെയല്ലേ? ഫഖാലൽ വാലിദു അപ്പോൾ പിതാവ് പറഞ്ഞു, ബലാ യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ, അത് തന്നെയാണ്, അത് ശരിയാണ്. വഖദ് ഫഹിംത തീർച്ചയായും നീ മനസ്സിലാക്കിയിരിക്കുന്നു, അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ചും, വ അനിത്തുയൂരി പക്ഷികളെക്കുറിച്ചും. ജയ്യിദൻ നന്നായി മനസ്സിലാക്കി, ജയ്യിദൻ നന്നായി. വഹിയ ഇത് മിൻ അജായിബി ഖൽഖില്ലാഹി തആല അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. നമുക്ക് ഈ ഭാഗത്തിലുള്ള ചില പദങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നഖ്റഉ നമുക്ക് വായിക്കാം. ദഹബ സിനാനുൻ ലി സിയാറത്തിൽ ഹദീഖ സിനാന് തോട്ടം സന്ദർശിക്കാൻ വേണ്ടി പോയി. ദഹബ സിനാനുൻ സിനാന് പോയി ലി സിയാറത്തിൽ ഹദീഖ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി. ബയ്യനൽ വാലിദു ലി ഇബ്നിഹി പിതാവ് തൻ്റെ മകനോട് വിശദീകരിച്ചു അല്ലെങ്കിൽ വ്യക്തമാക്കി കൊടുത്തു. ബയ്യന വ്യക്തമാക്കി, അൽ വാലിദു പിതാവ് ലി ഇബ്നിഹി തൻ്റെ മകനോട്. അസ്സഅലബു കൽ കൽബി കുറുക്കൻ നായയെ പോലെയാണ്. കുറുക്കൻ നായയെ പോലെയാണ്. അല്ലബിയു കൽ ഗനമി മാൻ ആടിനെ പോലെയാണ്. മാൻ ആടിനെ പോലെയാണ്. കുല്ലുഹ മിൻ അജായിബി ഖൽഖില്ല ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗലി ബാസിം ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്നു. യതവല്ലഉ ബാസിമുൻ ബാസിമ് വുളൂ ചെയ്യുന്നു. മിനൽ ഹൗലി ഹൗലിൽ നിന്ന്. ഫഹിംത അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ച് നീ മനസ്സിലാക്കി. ഫഹിംത നീ മനസ്സിലാക്കി. അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ച്. ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്തി പിതാവ് ജീവികളെക്കുറിച്ച് വ്യക്തമാക്കി കൊടുത്തു. ബയ്യനൽ വാലിദു പിതാവ് വ്യക്തമാക്കി. അനിൽ ഹയവാനാത്തി ജീവികളെക്കുറിച്ച്.
അൽ അസദു ഫിൽ ഹദീഖത്തി, സിംഹം തോട്ടത്തിലാണ്. സിംഹം തോട്ടത്തിലാണ്. അസ്സൈലബു ഫിൽ ഖഫസി, കുറുക്കൻ കൂട്ടിലാണ്. കുറുക്കൻ കൂടിലാണ്. അത്തുയൂറു അൽ അഷ്ജാർ, പക്ഷികൾ മരങ്ങളുടെ മുകളിലാണ്. പക്ഷികൾ മരങ്ങളുടെ മുകളിലാണ്. അലശജറത്തി ബബ്ഗാ, മരത്തിൻ്റെ മുകളിലാണ് തത്ത. മരത്തിൻ്റെ മുകളിലാണ് തത്ത. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നഖ്താറു മിനൽ ഖൗസൈനി വനുകമ്മിലു, കോളങ്ങളിൽ നിന്ന് ആവശ്യമായ അക്ഷരമെടുത്ത് നമുക്ക് പൂരിപ്പിക്കാം എന്നതാണ്. നമുക്കിവിടെ നോക്കാം. മുകളിൽ ചില അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട്. ക, ലി, ഫി, മിൻ, അല, അൻ. ഇതിനോട് യോജിച്ച അക്ഷരങ്ങൾ നമ്മൾ എടുത്ത് എഴുതണം. ഒന്ന് അൽഹംദു ലില്ലാഹി, ഇവിടെ ലി ചേർത്ത് ലില്ലാഹി എന്നാക്കണം. അൽഹംദു ലില്ലാഹി. രണ്ട് അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി, ഇതിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. അൽഹംദു, സർവസ്തുതിയും, ലില്ലാഹി, അള്ളാഹുവിനാണ്. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അടുത്ത അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി, ഇവിടെ ഫീ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അൽ ബുർത്തുഖാലു ഫിസ്സല്ലത്തി, ഇതിൻ്റെ അർത്ഥം മധുര നാരങ്ങ കൊട്ടയിലാണ്. അൽ ബുർത്തുഖാലു, മധുര നാരങ്ങ, ഫിസ്സല്ലത്തി, കൊട്ടയിലാണ്. മൂന്ന് അലത്താവിലത്തി ബിത്തീഹത്തുൻ, ഇവിടെ അല എന്നാണ് ചേർക്കേണ്ടത്. അലത്താവിലത്തി ബിത്തീഹത്തുൻ, മേശയുടെ മുകളിലാണ് വത്തക്ക. വത്തക്ക മേശയുടെ മുകളിലാണ്. നാല് റജഅ ദാരിസു മിനൽ മദ്രസത്തി, വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങി. വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങി. അഞ്ച് റളിയല്ലാഹു അൻ അഹ്ലി ബദിരിൻ, ബദറിലുള്ള അഹ്ലുകാർ അഥവാ ബദറിൽ പങ്കെടുത്തവരെയാണ് അഹ്ലു ബദർ എന്ന് പറയുന്നത്. ബദറിൽ പങ്കെടുത്തവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു. റളിയ തൃപ്തിപ്പെട്ടു, അള്ളാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടു. അൻ അഹ്ലി ബദിരിൻ, ബദറിൽ പങ്കെടുത്തവരെ. ആറ് ഫിസ്സല്ലത്തി മാഞ്ച, കൊട്ടയിലാണ് മാഞ്ച, മാങ്ങ. മാങ്ങ കൊട്ടയിലാണ്. ഏഴ് യന്തളിറുൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ പ്രതീക്ഷിക്കുന്നു, കാത്തു നിൽക്കുന്നു. എട്ട് സമിഅത്തുൽ അദാന മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് ബാങ്ക് ഞാൻ കേട്ടു. പള്ളിയിൽ നിന്ന് ബാങ്ക് ഞാൻ കേട്ടു. ഒൻപത് നദ്ഹബു ലി സിയാറത്തി ജദ്ദിന, നമ്മൾ നമ്മുടെ ഉപ്പാപ്പയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. നമ്മൾ നമ്മുടെ ഉപ്പാപ്പയെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. 10 അത്താമു ഫിൽ മാഇദത്തി, ഭക്ഷണം സുപ്രയിലാണ്. ഭക്ഷണം സുപ്രയിലാണ്. 11 അന്ത കൽ ഉസ്താദി, നീ ഉസ്താദിനെ പോലെയാണ്. നീ ഉസ്താദിനെ പോലെയാണ്. 12 ഖറഅന അൻ ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നാം നബിയുടെ ഹിജ്റയെക്കുറിച്ച് പറഞ്ഞു, വായിച്ചു. ഖറഅന നമ്മൾ വായിച്ചു. അൻ ഹിജ്റത്തിൻ നബി, നബിയുടെ ഹിജ്റയെക്കുറിച്ച്. നമുക്ക് അടുത്തത് ഹയ്യ നുൻഷിദു, നമുക്ക് ഒരു പദ്യം പാടാം. ഇതിലുള്ള വിഷയങ്ങളും കൂടി നമുക്ക് മനസ്സിലാക്കാം. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി തറദ്ദാ ലി മൗലൂദിൻ
أضاءت بنوره جميع فجاج الأرض خوفا من الرعب അന്ത തങ്ങൾ തത്ലുഉ ബൈനന ഞങ്ങളുടെ ഇടയിൽ വെളിവായിരിക്കുന്നു ഫിൽ കവാകിബി കൽബുദൂർ നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനെപ്പോലെ ബൽ അതല്ല വ അഷ്റഫു മിൻഹു അതിനേക്കാളും പ്രകാശമായിട്ട് യാ സയ്യിദി എൻ്റെ നേതാവേ ഖൈറൻ നബി നബിയിൽ വെച്ച് ഖൈറായവരെ നബിയിൽ വെച്ച് ഏറ്റവും ഉത്തമനായ എൻ്റെ നേതാവേ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ വെളിവായത് നക്ഷത്രങ്ങൾക്കിടയിലുള്ള ചന്ദ്രനെപ്പോലെയാണ്, അതല്ല അതിനേക്കാളും പ്രകാശമായിട്ടാണ്. തറദ്ദാലി മൗലൂദിൻ നബിയുടെ പ്രസവ സമയത്ത് ബിംബങ്ങൾ തലകുത്തി വീണു. അലാഅത്ത് ബിനൂരിഹി ആ നബിയുടെ പ്രകാശം കൊണ്ട് തിളങ്ങി ജമീഉ ഫിജാജിൽ അർളി ഭൂമിയുടെ സകല വഴികളും. ഖൗഫം മിനർ റോബി ബിംബങ്ങൾ തലകുത്തി വീണത് ശക്തമായ ഭയത്താൽ. ഇവിടെ നമുക്ക് ഫിൽ കവാക്കിബി ഫി എന്ന് ചേർത്ത് കാണാം, കൽബുദൂർ ക ചേർത്ത് കാണാം, ലി മൗലൂദിൻ ലി ചേർത്ത് കാണാം, മിനർ റോബി മിൻ എന്ന് ചേർത്ത് കാണാം. ഇങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണ് ഈ പാഠത്തിലൂടെ, അതിൻ്റെ ഭാഗമായിട്ടാണിത്. നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. നുലാഹിലുൽ മുഫ്രദ വൽ ജമ്മ നമുക്ക് ഒറ്റപ്പദവും ജമ്മിൻ്റെ പദവും ബഹുവചനവും കൂടി നമുക്ക് നോക്കാം. ഹയവാൻ ജീവി, ഹയവാനാത്ത് ജീവികൾ, ഖഫസ് കൂട്, അഖ്ഫാസ് കൂടുകൾ, ത്വയ്റുൻ പക്ഷി, തുയൂറുൻ പക്ഷികൾ, ഷജറുൻ മരം, അഷ്ജാർ മരങ്ങൾ, ഹദീഖത്തുൻ ഇബ്നുൻ മകൻ, അബ്നാ മക്കൾ, ഹദീഖത്തുൻ തോട്ടം, ഹദായിഖ് തോട്ടങ്ങൾ. ഇനി നമുക്ക് നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു ഹുറൂഫൽ ജർരി വനഖുത്തു തഹ്തഹ നമുക്ക് ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ നോക്കാം. അതിൽ നിന്ന് ജറിൻ്റെ ഹർഫുകളെ നമുക്ക് അടിവരയിട്ട് മനസ്സിലാക്കാം. അനിന്നബ ഇൽ അളീം ഇവിടെ അൻ എന്നത് ജറിൻ്റെ ഹർഫാണ്. അഥവാ ജറിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ 19 അക്ഷരങ്ങളാണ് ജറിൻ്റെ ഹർഫുകളായി ഉള്ളത്. ആ അക്ഷരങ്ങൾ വന്നാൽ അതിന് ശേഷമുള്ള പദത്തിന് ജറ് ചെയ്യുന്നതാണ്, അഥവാ കസ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ ജറിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ഈ 19 അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ പദത്തിനും ജറായിരിക്കും, അഥവാ കസ്റായിരിക്കും. അതുകൊണ്ട് ഇതിനെ ജറിൻ്റെ ഹർഫ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് വ്യത്യസ്തമായ അർത്ഥങ്ങളായിരിക്കും ഓരോ അക്ഷരത്തിനുമുള്ളത്. ഇപ്പോൾ ഇവിടെ അനിന്നബ ഇ അൻ എന്നതാണ്. അൻ എന്ന് പറഞ്ഞാൽ തൊട്ട് എന്ന അർത്ഥമാണ്, അഥവാ അതിനെ തൊട്ട് എന്നൊക്കെ പറയും. അത് വല യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ അലാ എന്നത് ഇവിടെ ജറിൻ്റെ ഹർഫാണ്. ശേഷം വന്ന പദം നോക്കി ത്വആം അവിടെ കസ്റ് ചെയ്തു. അനിന്നബ ഇ അനീൻ്റെ ശേഷം നബ ഇ വന്നു കസ്റ് ചെയ്തു. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് ഇവിടെ ഫീ എന്നുള്ള ജറിൻ്റെ ഹർഫാണ്, സുദൂരി എന്നുള്ളതിന് ജറ് ചെയ്തു. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ ഇവിടെ ലി എന്നുള്ളത് ജറിൻ്റെ ഹർഫാണ്, ലി റബ്ബി റബ്ബി എന്നുള്ളതിന് കസ്റ് ചെയ്തു. കൽ ഫറാഷിൽ മബ്സൂത്ത് ക എന്നുള്ള ജറിൻ്റെ ഹർഫാണ്, ഫറാഷി എന്നുള്ളതിന് കസ്റ് ചെയ്തു. കൽ ഐഹിനിൽ മംഫൂഷ് ഇവിടെ ക എന്നുള്ളത് ജറിൻ്റെ ഹർഫാണ്, ഐഹിനി എന്നുള്ളത് കസ്റ് ചെയ്തു. നമുക്കതിൻ്റെ താഴെ കോപ്പി എഴുതാൻ വേണ്ടിയുള്ളതാണ്, അഥവാ നമ്മുടെ അക്ഷരം ശുദ്ധിയാക്കാൻ വേണ്ടി
അക്ഷരം നന്നാക്കാൻ വേണ്ടി നമുക്ക് നൽകിയ ഒരു ഭാഗമാണ്. അതുപോലെ നമ്മൾ എടുത്തെഴുതുക. ഇൻതഹൽ ഇംതിഹാനു സനവിയു ദഹബ ഫാദിലുൻ മഅ വാലിദിഹി എന്നുള്ളത്. നമുക്ക് രണ്ടാമത്തെ പാഠം നോക്കാം. രണ്ടാമത്തെ പാഠം അദ്ദർസു സാനി. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ തന്നെ കാണാൻ കഴിയും ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എന്ന്. ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത് നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇതിലൂടെ പറയാൻ പോകുന്നത്. നോക്കാം നമുക്ക്. പാഠത്തിൻ്റെ പേര് തന്നെ ഹാമിദുൻ യുഹിബ്ബു സിറാഅ. ഹാമിദ് കൃഷിയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഹാമിദ് കൃഷിയെ ഇഷ്ടപ്പെടുന്നവനാണ്. പാഠഭാഗം നമുക്ക് നോക്കാം. ഹാമിദുൻ ത്വാലിബുൻ മാഹിർ. ഹാമിദ് വളരെ നല്ല ഗ്രാഹ്യമുള്ള നിപുണനായ വിദ്യാർത്ഥിയാണ്. യുഹിബ്ബു സിറാഅ. അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അബൂഹു സാരിയോൻ. അവൻ്റെ പിതാവ് കർഷകനാണ്. യദ്ഹബു സ്വബാഹൻ. പ്രഭാതത്തിൽ തന്നെ അദ്ദേഹം പോകും. ഇലൽ മസ്റാത്തി. കൃഷിസ്ഥലത്തേക്ക്. വയർജിഉ. അദ്ദേഹം മടങ്ങി വരും. മസാഅൻ. വൈകുന്നേരം. ഉമ്മുഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മ അഥവാ ഹാമിദിൻ്റെ ഉമ്മ റബ്ബത്തുൽ ബൈത്തി. വീട് പരിപാലിക്കുന്നവളാണ്. ഉമ്മുഹു റബ്ബത്തുൽ ബൈത്തി. ഹാമിദിൻ്റെ ഉമ്മ വീട് പരിപാലിക്കുന്നവളാണ്. തഹ്തമ്മു ബിൽ മൻസിലി. വീട് തന്നെ അവൾ ഗൗനിക്കും. തഹ്തമ്മു അവൾ ഗൗനിക്കും. ബിൽ മൻസിലി വീട് തന്നെ. വതുനല്ലിമു അൽ ഉമൂറ. കാര്യങ്ങളെല്ലാം കോർവയാക്കി വെക്കും, അഥവാ നല്ല ക്രമീകരിച്ചു വെക്കും കാര്യങ്ങളെല്ലാം. വലി ഹാമിദിൻ. ഹാമിദിനുണ്ട് സ്വദീഖാനി. രണ്ട് കൂട്ടുകാരുണ്ട്. വലി ഹാമിദിൻ സ്വദീഖാനി. ഹാമിദിന് രണ്ട് കൂട്ടുകാരുണ്ട്. യുഹിബ്ബാനി ഐലൻ അസ്സിറാഅ. അവർ രണ്ടുപേരും കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർ രണ്ടുപേരും കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണ്. യസൂറാനി. അവർ രണ്ടുപേരും സന്ദർശിക്കാറുണ്ട് ഹാമിദൻ. ഹാമിദിനെ. യഅമലു ഫിൽ ഹഖ്ലി. പാടത്ത് അവൻ ജോലി ചെയ്യുന്നു. ഹാമിദ് പാടത്ത് ജോലി ചെയ്യുന്നു. ആ സമയത്ത് അവർ രണ്ടുപേരും സന്ദർശിക്കാറുണ്ട്. ഹാമിദുൻ വസദീഖാഹു. ഹാമിദും അവൻ്റെ രണ്ട് കൂട്ടുകാരും യഗ്രിസൂനൻ നബാതാത്ത്. അവർ ചെടികളെ നട്ടുപിടിപ്പിക്കുന്നു. യഗ്രിസൂന നട്ടുപിടിപ്പിക്കുന്നു. അന്നബാതാത്തി ചെടികളെ. വയല്ലഅബൂന. അവർ കളിക്കുന്നു. ബഅദൽ അമലി. ജോലിക്ക് ശേഷം അവർ കളിക്കുന്നു. വലി ഹാമിദിൻ. ഹാമിദിനുണ്ട് ഉഖ്താനി. രണ്ട് സഹോദരിമാരുണ്ട്. തദ്റുസാനി. അവർ രണ്ടുപേരും പഠിക്കുന്നത് ഫിസ്സഫിൽ ഖാമിസി. 5ാം ക്ലാസ്സിലാണ്. വത്തുസായിദാനി. അവർ രണ്ടുപേരും സഹായിക്കുന്നു അൽ ഉമ്മ. ഉമ്മയെ. വത്തുസായിദാനി അൽ ഉമ്മ. അവർ രണ്ടുപേരും ഉമ്മയെ സഹായിക്കുന്നു. വൽ ഉമ്മു വല്ലുഖ്താനി. ഉമ്മയും രണ്ട് സഹോദരിമാരും യുറത്തിബിന ഉമൂറൽ ബൈത്തി. വീടിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നു. യുറത്തിബിന ക്രമപ്പെടുത്തുന്നു. ഉമൂറൽ ബൈത്തി വീടിൻ്റെ കാര്യങ്ങൾ. വയസ്റൈന. അവർ കൃഷി ചെയ്യുന്നു അൽ ഹദറാവാത്തി. പച്ചക്കറികൾ. അവർ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. വറാ അൽ മത്തുബഹി. അടുക്കളയുടെ പിന്നിൽ. വറാ അൽ മത്തുബഹി. അടുക്കളയുടെ പിന്നിൽ. മത്തുബഹ് അടുക്കള. ഹദറാവാത്ത് പച്ചക്കറി. ഇനി നമുക്ക് ചില പദങ്ങൾ ഇവിടെ നോക്കാം. നഖ്റഉ. നമുക്ക് വായിക്കാം. യുഹിബ്ബു. അവൻ ഇഷ്ടപ്പെടുന്നു. യദ്ഹബു. അവൻ പോകുന്നു. യർജിഉ. അവൻ മടങ്ങുന്നു. ഇതെല്ലാം മുളാരിയായ ഫീലാണ്, അഥവാ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതോ ആയ ഭാഗമാണ്.
പാസ്റ്റ് ടെൻസ് പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസിലും ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് മുലാരിയായ ഫീൽ എന്ന് പറയുന്നത്. ഈ മുലാരിയായ ഫീലിൻ്റെ ഭാഗമാണ് യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. യദ്ഹബു, അവൻ പോകുന്നു അല്ലെങ്കിൽ പോകും. യർജിഉ, അവൻ മടങ്ങുന്നു അല്ലെങ്കിൽ മടങ്ങും. അറബിയിൽ പ്രസൻറ്റ് അതുപോലെ ഫ്യൂച്ചർ വർത്തമാനകാല ക്രിയയും ഭാവികാല ക്രിയയും ഒറ്റ പദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. യുഹിബ്ബാനി, അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു. യസൂറാനി, അവർ രണ്ടുപേരും സന്ദർശിക്കുന്നു. യഗ്രിസൂന, അവരെല്ലാം നട്ടുപിടിപ്പിക്കുന്നു. യൽ അബൂന, അവരെല്ലാം കളിക്കുന്നു. അപ്പോൾ യുഹിബ്ബു എന്നുള്ളത് ഏകവചനാണ് അഥവാ വഹദാനാണ്. യുഹിബ്ബാനി തസ്നിയയാണ്. യഗ്രിസൂന ജമ്മാണ്. മുഫ്രദ്, തസ്നിയ, ജമ്മ് എന്നീ 3 രൂപത്തിലായിട്ടാണ് നമ്മൾ ഫിഅലുകളെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് മുഫ്രദിൻ്റെ വചനമായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. 2 പേരുണ്ടെങ്കിൽ തസ്നിയയുടെ വചനമായിട്ടാണ് പറയുന്നത്. 2ൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ജംഇൻ്റെ പദമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യുഹിബ്ബു എന്നുള്ളത് മുഫ്രദാണ്. യുഹിബ്ബാനി എന്നുള്ളത് തസ്നിയാണ്. യുഹിബ്ബൂന അല്ലെങ്കിൽ യഗ്രിസൂന, യൽഅബൂന ഇവകളൊക്കെ ജംഇൻ്റെ പദങ്ങളാണ്. അഥവാ 2ൽ കൂടുതൽ ഉള്ള ആളുകളെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ്. അത് നമുക്ക് നോക്കാം. തഹ്തമ്മു, അവൾ ഗൗനിക്കുന്നു. ഒരു മുഅന്നസിൻ അഥവാ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ മുഅന്നസിൻ്റെ പദമായിട്ട് ഉപയോഗിക്കും. യഹ്തമ്മു എന്നുള്ളത് മുദക്കറിൻ്റേതും തഹ്തമ്മു എന്നുള്ളത് മുഅന്നസിൻ്റേതുമാണ്. അവിടെ ത കൊടുക്കുമ്പോഴാണ് മുഅന്നസ് എന്നറിയുന്നത്. യാ കൊടുക്കുമ്പോൾ അവിടെ പുരുഷന്മാരെക്കുറിച്ചാണ് എന്ന് മനസ്സിലാവും. യുഹിബ്ബു, യദ്ഹബു, യർജിഉ, യുഹിബ്ബാനി, യസൂറാനി ഇവകളൊക്കെ മുദക്കർ അഥവാ പുരുഷന്മാരെക്കുറിച്ചാണ്. എന്നാൽ തഹ്തമ്മു, തുനല്ലിമു ഇവകളൊക്കെ മുഅന്നസ് അഥവാ ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന പദമാണ്. തുനല്ലിമു, അവൾ കോർവയാക്കുന്നു. തദുറുസാനി, അവർ രണ്ടുപേരും സ്ത്രീകളെക്കുറിച്ചാണ് തദുറുസാനി പറയൽ. പുരുഷന്മാരെക്കുറിച്ചാണെങ്കിൽ യദുറുസാനി എന്ന് പറയും. അപ്പോൾ ഇവിടെ മുഅന്നസിൻ്റെ പദമായിട്ടാണ് ഉപയോഗിച്ചത്. അവർ 2 പേരും പഠിക്കുന്നു. തുസായിദാനി, അവർ 2 പേരും സഹായിക്കുന്നു. തുസായിദാനി, അവരുടെ സ്ത്രീ ആയതുകൊണ്ടാണ് തുസായിദാനി എന്ന് പറഞ്ഞത്. പുരുഷന്മാരെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ യുസായിദാനി, യു ചേർത്താണ് പറയൽ, യുസായിദാനി. ഇവിടെ സ്ത്രീ ആയതുകൊണ്ട് തുസായിദാനി, അവർ 2 പേരും സഹായിക്കുന്നു. യുറത്തിബിന, അവർ ക്രമീകരിക്കുന്നു. യസ്റഅന, അവർ കൃഷി ചെയ്യുന്നു. ഇവിടെ യുറത്തിബിന എന്നതും യസ്റഅന എന്നുള്ളതും മുഅന്നസിൻ്റെ ജംഇൻ്റെ പദമാണ്. മുഅന്നസിലെ ജംഇൻ്റെ പദമാണ്. ഇനി മുഅന്നസിൽ നമുക്ക് നോക്കാം. മുഅന്നസിലെ മുഫ്രദാണ് തഹ്തമ്മു, തുനല്ലിമു എന്നത്. തദുറുസാനി, തുസായിദാനി എന്നുള്ളത് മുഅന്നസിലെ തസ്നിയയുടെ പദമാണ്. യുറത്തിബിന, യസ്റഅന എന്നത് മുഅന്നസിലെ ജംഇൻ്റെ പദമാണ് അഥവാ ബഹുവചന പദമാണ്. മുഫ്രദ് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന പദമാണ്. തസ്നിയ എന്നുള്ളത് 2 പേരെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ്. ജം എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ ആളുകളെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ നമുക്ക് ഒരു മുലാരിയായ ഫീലിൻ്റെ മുഫ്രദ്, തസ്നിയ, ജംഅ് അതുപോലെ മുദക്കറിലും മുഅന്നസിലും വ്യത്യസ്തമായ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പദങ്ങളായി കണ്ടത്. ആ പദങ്ങളിലൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാം. വർത്തമാനകാലക്രിയ, ഭാവി കാലക്രിയ, അതിനെ നമുക്ക് ഒരു പുരുഷനോട് ചേർത്ത് പറയുമ്പോഴും ഒരു സ്ത്രീയോട് ചേർത്ത് പറയുമ്പോഴും എങ്ങനെ പറയാം എന്നതാണ് ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. നമുക്കതിൻ്റെ മുഴുവൻ ഭാഗം നമുക്കിങ്ങനെ നോക്കാം. നുലാഹിദു വനഫ്ഹം. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, തദ്ഹബു, തദ്ഹബാനി, യദ്ഹബിന. ഇവിടെ യദ്ഹബു എന്നുള്ളത് ഒരു മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തെ പദമാണ്. അഥവാ ആദ്യത്തെ പദം എന്ന് പറയുമ്പോൾ മുഫ്രദ് മുദക്കറാണ്.
ഒരു മുഫ്രദ് മുദക്കറിനെയാണ് യദ്ഹബു എന്ന് പറയുന്നത്. അഥവാ ഒരു പുരുഷനുമാണ് ഒരാളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ യദ്ഹബു എന്ന് പറയും. യദ്ഹബാനി എന്നുള്ളത് മുദക്കറാണ്, തസ്നിയാണ്. അഥവാ പുരുഷനെക്കുറിച്ചാണ് പറയുന്നത്, രണ്ടു പേരെക്കുറിച്ചാണ് ഉപയോഗിക്കുന്നത്. യദ്ഹബൂന പുരുഷനെക്കുറിച്ചാണ്, രണ്ടിൽ കൂടുതലുള്ളവരെക്കുറിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇനി തദ്ഹബു എന്നുള്ളത് സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്, ഒരു സ്ത്രീയെക്കുറിച്ചാണ്. തദ്ഹബാനി മുഅന്നസാണ്, അഥവാ സ്ത്രീയെക്കുറിച്ചാണ്, രണ്ട് പേരുള്ളപ്പോൾ ഉപയോഗിക്കുന്നതാണ്. യദ്ഹബന സ്ത്രീകളെക്കുറിച്ചാണ്, അഥവാ മുഅന്നസിനെക്കുറിച്ചാണ്, രണ്ടിൽ കൂടുതലുള്ളവരുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ നമുക്ക് ഒരു മുളാരിയായ ഫീലിൽ മുദക്കറിൽ ഒരാൾ, രണ്ടാൾ, രണ്ടിൽ കൂടുതൽ, മുഅന്നസിൽ ഒരാൾ, രണ്ടാൾ, രണ്ടിൽ കൂടുതലുള്ള ആൾ, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ചേർത്ത പദങ്ങളാണ് ഇതൊക്കെ. യദ്ഹബു അവൻ ഒരു പുരുഷൻ പോകുന്നു. ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. യദ്ഹബു അവൻ ഒരു പുരുഷൻ പോകുന്നു, അല്ലെങ്കിൽ അവൻ ഒരു പുരുഷൻ പോകും. വർത്തമാനകാല ക്രിയയിലും ഭാവികാല ക്രിയയിലും ഉപയോഗിക്കാവുന്ന പദമാണല്ലോ മുളാരി. അപ്പോൾ വർത്തമാനകാല ക്രിയയാകുമ്പോൾ അവൻ ഒരു പുരുഷൻ പോകുന്നു എന്നർത്ഥം വരും. ഇനി ഭാവികാല ക്രിയയിലേക്കാണ് ഈ പദം വന്നതെങ്കിൽ അവൻ ഒരു പുരുഷൻ പോകും എന്നർത്ഥം വരും. ഇനി യദ്ഹബാനി അവർ രണ്ട് പുരുഷന്മാർ പോകുന്നു. യദ്ഹബൂന അവർ പല പുരുഷന്മാർ പോകുന്നു. തദ്ഹബു അവൾ ഒരു സ്ത്രീ പോകുന്നു. തദ്ഹബാനി അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു. യദ്ഹബിന അവർ പല സ്ത്രീകൾ പോകുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി താഴെ വീണ്ടും ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. യദ്റുസു ദറസ എന്നുള്ളതിൻ്റെ മുളാരിയാണ് യദ്റുസു. അവൻ ഒരു പുരുഷൻ പഠിക്കുന്നു. യദ്റുസാനി അവർ രണ്ട് പുരുഷന്മാർ പഠിക്കുന്നു. യദ്റുസൂന അവർ പല പുരുഷന്മാർ പഠിക്കുന്നു. തദ്റുസു അവൾ ഒരു സ്ത്രീ പഠിക്കുന്നു. തദ്റുസാനി അവർ രണ്ട് സ്ത്രീകൾ പഠിക്കുന്നു. യദ്റുസ്ന അവർ പല സ്ത്രീകൾ പഠിക്കുന്നു. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ ഇപ്പോൾ യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബിന, അതേപോലെ തന്നെ യദ്റുസു യദ്റുസാനി യദ്റുസ്ന യദ്റുസൂന, തദ്റുസു തദ്റുസാനി യദ്റുസ്ന എന്ന് നമ്മൾ ഇവിടെ സർഫാക്കിയതുപോലെ അഥവാ പഠിച്ചതുപോലെ നമുക്ക് മറ്റൊരു പദത്തെ നമുക്ക് ഇതേപോലെ പൂരിപ്പിക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം. യർജിഉ ഇതിനെ നമുക്ക് എങ്ങനെ സർഫാക്കാം? യർജിഉ യർജിയാനി യർജിഊന, തർജിഉ തർജിയാനി യർജിഊന. യർജിഉ അവൻ ഒരു പുരുഷൻ മടങ്ങുന്നു. യർജിയാനി അവർ രണ്ട് പുരുഷന്മാർ മടങ്ങുന്നു. യർജിഊന അവർ പല പുരുഷന്മാർ മടങ്ങുന്നു. തർജിഉ അവൾ ഒരു സ്ത്രീ മടങ്ങുന്നു. തർജിയാനി അവർ രണ്ട് സ്ത്രീകൾ മടങ്ങുന്നു. യർജിഊന അവർ പല സ്ത്രീകൾ മടങ്ങുന്നു. ഇനി യുഹിബ്ബു യുഹിബ്ബു യുഹിബ്ബാനി യുഹിബ്ബൂന, തുഹിബ്ബു തുഹിബ്ബാനി യുഹ്ബിബുന. യുഹിബ്ബു അവനൊരു പുരുഷൻ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബാനി അവർ രണ്ട് പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബൂന അവർ പല പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നു. തുഹിബ്ബു അവൾ ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നു. തുഹിബ്ബാനി അവർ രണ്ട് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബിന അവർ പല സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു. മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക്. യൽഅബു യൽഅബാനി യൽഅബൂന, തൽഅബു തൽഅബാനി യൽഅബിന. യൽഅബു അവൻ ഒരു പുരുഷൻ കളിക്കുന്നു. യൽഅബാനി അവർ രണ്ട് പുരുഷന്മാർ കളിക്കുന്നു. യൽഅബൂന അവർ പല പുരുഷന്മാർ കളിക്കുന്നു. തൽഅബു അവൾ ഒരു സ്ത്രീ കളിക്കുന്നു. തൽഅബാനി അവർ രണ്ട് സ്ത്രീകൾ കളിക്കുന്നു. യൽഅബിന അവർ പല സ്ത്രീകൾ കളിക്കുന്നു. നമുക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നുക്കമ്മിലു അൽ ഫറാഖ ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ, കോളങ്ങളിൽ നിന്ന് ആവശ്യമായ പദം എടുത്തുകൊണ്ട് നമുക്ക് പൂരിപ്പിക്കണം. നോക്കാം നമുക്ക്. അൽ ഉസ്താദു
ഡേഷ് ഇലൽ മദ്രസത്തി, അൽ ഉസ്താദു എന്നുള്ളത് ഒരു പുരുഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത് യദ്ഹബു എന്നുള്ളതാണ്. മദ്രസയിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു എന്നാണ് അർത്ഥം വരുന്ന പദമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അൽ ഉസ്താദു യദ്ഹബു ഇലൽ മദ്രസ, ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് മറ്റു പദങ്ങൾ വെച്ച് നോക്കാം, ശരിയാകുന്നു എന്ന് നോക്കാം. അൽ ഉസ്താദു യസ്റഉ ഇലൽ മദ്രസ, ഉസ്താദ് മദ്രസയിലേക്ക് കൃഷി ചെയ്യുന്നു എന്നാകും അർത്ഥം. അത് അവിടെ ഫിറ്റാകുന്നതല്ല. മറ്റു നോക്കാം. അൽ ഉസ്താദു തദ്ഹബു, ഉസ്താദ് അവളൊരു സ്ത്രീ പോകുന്നു എന്നാകും. അപ്പോൾ ഇവിടെ അതും പറ്റൂല. അപ്പോൾ ഇവിടെ പറ്റുന്നത് അൽ ഉസ്താദു യദ്ഹബു ഇലൽ മദ്രസത്തി, ഉസ്താദ് മദ്രസയിലേക്ക് പോകുന്നു. അടുത്ത അൽ ബിൻതാനി, രണ്ട് സ്ത്രീകൾ തജിലിസാനി അലൽ മഖാദി, ബെഞ്ചിൽ ഇരിക്കുന്നു. തജിലിസാനി അവർ രണ്ടുപേരും ഇരിക്കുന്നു, അലൽ മഖാദി ബെഞ്ചിൻ്റെ മേൽ. അത്വാലിബാനി യദുറുസാനി ദുറൂസുഹുമ, രണ്ട് വിദ്യാർത്ഥികൾ അവർ അവരുടെ പാഠത്തെ പഠിക്കുന്നു, അവരുടെ പാഠങ്ങളെ പഠിക്കുന്നു. അൽ വാലിദത്തു തത്ബഹു അൽ ഇദാമ, അൽ വാലിദത്തു ഉമ്മ അഥവാ മാതാവ്, തത്ബഹു അൽ ഇദാമ കറി വേവിക്കുന്നു, കറി വെക്കുന്നു, കറി വേവിക്കുന്നു. അർരിജാലു പുരുഷന്മാർ യൽ അബൂന ബിൽ കുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നു. അർരിജാലു യൽ അബൂന ബിൽ കുറത്തി, പുരുഷന്മാർ യൽ അബൂന ബിൽ കുറത്തി പന്ത് കൊണ്ട് കളിക്കുന്നു. അൽ ബനാത്തു യഖ്റഅന അൽ ജരീദ, സ്ത്രീകളെല്ലാം പത്രം വായിക്കുന്നു, പെൺകുട്ടികളെല്ലാം പത്രം വായിക്കുന്നു. ഇവിടെ നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം. തസ്നിയ നൽകുമ്പോൾ തസ്നിയയുടെ പദങ്ങളായിട്ട് നമ്മൾ പൂരിപ്പിക്കുന്നു. മുഅന്നസ് ആകുമ്പോൾ മുഅന്നസിൻ്റെ പദം നമ്മൾ ഉപയോഗിക്കുന്നു. ജംഇൻ്റെ പദമാകുമ്പോൾ ജംഇൻ്റെ പദമായിട്ട് നമ്മൾ പൂരിപ്പിക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കി പൂരിപ്പിക്കുക. എന്ന് നമുക്ക് നോക്കാനുള്ളത് ഒരു പദത്തിൻ്റെ മുഫ്രദ്, മുസന്ന, ജംഇ എന്നിവ മനസ്സിലാക്കേണ്ടത് എങ്ങനെ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പദത്തിൽ മുദക്കർ ഉണ്ടാകും, മുഅന്നസ് ഉണ്ടാകും. ആ മുദക്കറിൽ തന്നെ മുഫ്രദ് ഉണ്ടാകും, മുസന്ന ഉണ്ടാകും, ജംഇ ഉണ്ടാകും. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. മുസന്ന എന്ന് പറയുമ്പോൾ രണ്ടാളുകളെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ജംഇ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതലുള്ള ആളുകളെ പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് നോക്കാം. യഫ് അലു മുദക്കർ മുഫ്രദാണ്, യഫ് അലാനി മുദക്കർ മുസന്നയാണ്, യഫ് അലൂന മുദക്കർ ജമാണ്. തഫ് അലു മുഅന്നസ് മുഫ്രദാണ്, തഫ് അലാനി മുഅന്നസ് മുസന്നയാണ്, യഫ് അൽന മുഅന്നസ് ജം ആണ്. നമുക്ക് അറബീകരിക്കാം, നുഅരിബു അറബീകരിക്കാം. ഇവിടെ മലയാളത്തിൽ അർത്ഥം നൽകിയിട്ടുണ്ട്, അതിൻ്റെ അറബിയാണ് വേണ്ടത്. വിദ്യാർത്ഥി പോകുന്നു, അതിന് അറബിയിൽ എങ്ങനെ പറയാം? യദ്ഹബു താലിബുൻ, യദ്ഹബു താലിബുൻ. രണ്ടാമത്തത് രണ്ട് പെൺകുട്ടികൾ കളിക്കുന്നു, അതിന് അറബിയിൽ എങ്ങനെ പറയാം? അൽ ബിൻതാനി തൽ അബാനി, അൽ ബിൻതാനി തൽ അബാനി. മൂന്നാമത്തത് പെൺകുട്ടികൾ മടങ്ങുന്നു, ഇതിനെങ്ങനെ പറയാം അറബിയിൽ? അൽ ബനാത്തു യർജിഅന, അൽ ബനാത്തു യർജിഅന. നാലാമത്തത് രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു, രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു. അൽ വാലിദാനി യക്തുബാനി, അൽ വാലിദാനി അൽ വലദാനി യക്തുബാനി, അൽ വലദാനി യക്തുബാനി. രണ്ട് ആൺകുട്ടികൾ എഴുതുന്നു, അറബിയിൽ പറയേണ്ടത് അൽ വലദാനി യക്തുബാനി. ഇനി നമുക്ക് ചില പദങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കാം. ഏകവചനവും അതേപോലെ തന്നെ ബഹുവചനവുമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നുലാഹിദുൽ മുഫ്രദ വൽ ജമ്മ, ഏകവചനവും ബഹുവചനവും നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. മൻസിലുൻ വീട്,
മനാസിലുൻ വീടുകൾ, അമ്രുൻ കാര്യം, ഉമൂറ് കാര്യങ്ങൾ, നബാത്തുൻ ചെടികൾ, നബാത്താത്തുൻ നബാത്ത് ചെടി, നബാത്താത്തുൻ ചെടികൾ, നബാത്തുൻ ചെടി, നബാത്താത്തുൻ ചെടികൾ, ഖളറാഉൻ പച്ചക്കറി, ഖളറാവാത്തുൻ പച്ചക്കറികൾ. അതിനടുത്ത് നക്തഷിഫു അൽ മുദക്കറ, നമുക്ക് മുദക്കറിനെ നമുക്ക് ഇവിടെ എന്താക്കാം, മനസ്സിലാക്കാനുള്ളതാണ്. ഇവിടെ ഉമ്മ്, സ്വദീഖത്ത്, ഉഖ്ത് എന്നുള്ളതെല്ലാം മുഅന്നസാണ്. അതിൻ്റെ മുദക്കർ എന്താണ് എന്നാണ് എഴുതേണ്ടത്. ഉമ്മ് എന്നുള്ളത് ഉമ്മയാണ്, അതിൻ്റെ മുദക്കർ എന്താണ്, അബുൻ പിതാവാണ്. ഉമ്മ എന്നുള്ളത് മുഅന്നസാണ്, അതിൻ്റെ മുദക്കറാണ് അബ്. അടുത്ത സദീഖത്തുൻ കൂട്ടുകാരി, അപ്പോൾ അതിൻ്റെ മുദക്കറാണ് സ്വദീഖുൻ കൂട്ടുകാരൻ, സദീഖ് കൂട്ടുകാരൻ. അടുത്ത ഉഖ്തുൻ സഹോദരി, അതിൻ്റെ മുദക്കറാണ് അഹുൻ സഹോദരൻ, അഹുൻ സഹോദരൻ. അടുത്തത് നക്തഷിഫുൽ മാലിയ, മാലിയെ നമുക്ക് തിരഞ്ഞെടുക്കാം. യദ്ഹബു ഇവിടെ മുലാരിയാണ് നൽകിയിട്ടുള്ളത്, അതിൻ്റെ മാലി നമുക്ക് എടുക്കണം. നമ്മൾ നേരത്തെ മുലാരിയുടെ 6 പദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മുദക്കറിൻ്റെ മുഫ്രദ്, മുസന്ന, ജമ്മ്, മുഅന്നസിൻ്റെ മുഫ്രദ്, മുസന്ന, ജമ്മ്, ഇങ്ങനെ 6 പദങ്ങളിൽ അതിൻ്റെ മാലിയായ ഫീൽ അഥവാ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന പദം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നൽകേണ്ടത്. യദ്ഹബു അവൻ പോകുന്നു, അതിൻ്റെ മാലിയാണ് ദഹബ അവൻ പോയി. യദ്ഹബു അവൻ പോകുന്നു, ദഹബ അവൻ പോയി. അടുത്ത യർജിഉ അവൻ മടങ്ങുന്നു, റജഅ അവൻ മടങ്ങി. യഗ്രിസു അവൻ നട്ടുപിടിപ്പിക്കുന്നു, ഗറസ അവൻ നട്ടുപിടിപ്പിച്ചു. യൽഅബു അവൻ കളിക്കുന്നു, ലൈബ അവൻ കളിച്ചു. തദറുസു അവൾ പഠിക്കുന്നു, ദറസത്ത് അവൾ പഠിച്ചു. യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്നു, അഹബ്ബ അവൻ ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്ക് മുലാരിയുടെയും മാലിയെയും എങ്ങനെ നമുക്ക് വേർതിരിച്ച് നമുക്കതിനെ മനസ്സിലാക്കാം, എഴുതാം എന്നുള്ളതാണ് പഠിച്ചത്. ഏതൊരു മുലാരി കിട്ടിയാലും അതിൻ്റെ മാലി നമുക്ക് മനസ്സിലാകണം, ഏതൊരു മാലി കിട്ടിയാലും അതിൻ്റെ മുലാരിയും കൂടി മനസ്സിലാക്കണം എന്നതിന് വേണ്ടിയാണ്. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ദഹബ മുലാരിയായ, ദഹബ എന്നുള്ളത് മാലിയായ ഫീലാണ്, അതിൻ്റെ മുലാരിയാണ് യദ്ഹബു. ഇതേപോലെ ഒരുപാട് മാലിയായ ഫീല് നമ്മൾ കണ്ടാൽ അതിൻ്റെ മുലാരി എന്താണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക. ഏതൊരു മുലാരി കണ്ടാലും അതിൻ്റെ മാലി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മളത് നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ നമുക്ക് കഴിയും. ഇനി നമുക്ക് നഖ്റഉ മിനൽ ഖുർആനി വനഹ്തശിഫു മിൻഹു അൽ ഫിഅലൽ മുലാരിയ, ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ നോക്കി നമുക്കതിൽ നിന്ന് ഒരു മുലാരിയായ ഫീൽ ഏതാണോ ഉള്ളത് അതിന് നമുക്ക് തിരഞ്ഞെടുക്കാം. നോക്കാം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ, ഇവിടെ മുലാരിയായ ഫീൽ ഏതാണുള്ളത്? യുഅ്മിനൂന, യുഅ്മിനു, യുഅ്മിനാനി, യുഅ്മിനൂന. അതേപോലെ യുഖീമൂന, യുഖീമു, യുഖീമാനി, യുഖീമൂന മുലാരിയായ ഫീലാണ്. അടുത്ത വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാ, ഇവിടെ യദ്ഖുലൂന, യദ്ഖുലു, യദ്ഖുലാനി, യദ്ഖുലൂന. അടുത്തത് യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഇവിടെ തുഹദ്ദിസു, യുഹദ്ദിസു, യുഹദ്ദിസാനി, യുഹദ്ദിസൂന, തുഹദ്ദിസു എന്നുള്ളതാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, ഇവിടെ യുവസ്വിസു, യുവസ്വിസു എന്നുള്ളത് മുലാരിയായ ഫീലാണ്. ഇങ്ങനെ നമുക്ക് മുലാരിയായ ഫീലിനെ നമുക്ക് ഏതൊരു ആയത്തിൽ കിട്ടിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നൻസഖുൽ കലിമാത്ത്, ഇവിടെയുള്ള പദങ്ങളെ നമുക്ക് എടുത്തെഴുതാനുള്ളതാണ്. അൽ ഉമ്മു വല്ലുഖ്താനി യുറത്തിബിന ഉമൂറൽ ബൈത്തി വയസ്റൈന, നമ്മൾ എഴുത്ത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എഴുത്ത് നന്നാക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. എഴുത്ത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. എഴുത്ത് നന്നാക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. എന്നുള്ളത് നമ്മൾ പഠിച്ചു. അടുത്തത് നൻസഖുൽ കലിമാത്ത്, ഇവിടെയുള്ള പദങ്ങളെ നമുക്ക് എടുത്തെഴുതാനുള്ളതാണ്. അൽ ഉമ്മു വല്ലുഖ്താനി യുറത്തിബിന ഉമൂറൽ ബൈത്തി വയസ്റൈന, നമ്മൾ എഴുത്ത് നന്നാക്കിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും
എഴുത്ത് നന്നാക്കുക എന്നുള്ളത് പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. അദ്ദർസു സാലിസു, മൂന്നാമത്തെ പാഠം നമുക്ക് ഒരു കുബ്ബ കാണാം, പച്ച കുബ്ബ നമുക്ക് ഇവിടെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലുള്ള പച്ച കുബ്ബ നമുക്ക് കാണാം. അപ്പോൾ നബിയെക്കുറിച്ചാണ് ഇതിലൂടെ പരാമർശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കാണും. നമുക്ക് നോക്കാം. പാഠത്തിൻ്റെ പേര് മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം, ഇതാണ് പാഠത്തിൻ്റെ പേര്. മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം. നമുക്ക് നോക്കാം. ഇതിൽ ഒരു സംഭാഷണമാണ്. ഖാലൽ ഉസ്താദ് പറഞ്ഞു, യാ തുല്ലാബി, എൻ്റെ വിദ്യാർത്ഥികളെ, ഹാദാ ഷഹ്റു റബിയുൽ അവ്വൽ, ഈ മാസം റബിയുൽ അവ്വൽ മാസമാണ്. ഫീഹി വുലിദ നബിയുന, ഈ മാസത്തിലാണ് നമ്മുടെ നബിയെ പ്രസവിക്കപ്പെട്ടത്. ഈ മാസത്തിലാണ്, അഥവാ റബിയുൽ അവ്വൽ മാസത്തിലാണ് നമ്മുടെ നബിയെ പ്രസവിക്കപ്പെട്ടത്. വഹാദ ഷഹ്റു, ഈ മാസം ഷഹ്റുൻ സാലിസുൻ മിന ഷുഹൂരിൽ ഹിജ്രിയ, ഹിജ്റ മാസങ്ങളിൽ നിന്ന് മൂന്നാമത്തെ മാസമാണ്. വഹാദ ഷഹ്റു, ഈ മാസം ഷഹ്റുൻ സാലിസുൻ മൂന്നാമത്തെ മാസമാണ്. മിന ഷുഹൂരിൽ ഹിജ്രിയ, ഹിജ്റയുടെ മാസങ്ങളിൽ നിന്ന്. ഹിജ്റയുടെ മാസം ഏതാണ് തുടങ്ങുക? ഹിജ്റയുടെ മാസത്തിൻ്റെ തുടക്കം ഏതാണ്? മുഹറം. അതെ, മുഹറം 1, അതിൻ്റെ ശേഷമുള്ള മാസമാണ് സഫർ 2, അതിനുള്ള ശേഷമാണ് റബിയുൽ അവ്വൽ. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, ഇങ്ങനെ 3 മാസം അഥവാ മൂന്നാമത്തെ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ ജനിച്ചത് 3ാമത്തെ മാസത്തിലാണ്. നബീൽ, അപ്പം നബീൽ പറഞ്ഞു, യാ ഉസ്താദെ ഫീ അയ്യി യൗമിൻ, ഏത് ദിവസത്തിലാണ് വുലിദ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കപ്പെട്ടത്? ഏത് ദിവസത്തിലാണ് ജനിക്കപ്പെട്ടത്? ഉസ്താദ്, അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഫിൽ യൗമി സാനി അശറ, 12ാം ദിവസമാണ്, അഥവാ റബിയുൽ അവ്വലിൻ്റെ 12ാം ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അപ്പോൾ നബീൽ ചോദിച്ചു, യാ ഉസ്താദി, എൻ്റെ ഉസ്താദേ, മാ ഹുവ അവ്വലു ഷഹ്രിൻ മിന ശുഹൂരിൽ ഹിജ്രിയ, ഹിജ്റ മാസങ്ങളിൽ നിന്ന് ആദ്യത്തെ മാസം ഏതാണ്? ഹിജ്റ മാസങ്ങളിൽ നിന്ന് ആദ്യത്തെ മാസം ഏതാണ്? ഉസ്താദ്, അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഹയ്യാനു ലാഹിളു അൽ ജദ്വലൽ ആതി, നമുക്ക് താഴെ ഒരു കോളം അഥവാ ഒരു പട്ടിക നമുക്ക് മനസ്സിലാക്കാം. വനദ്റുസു, നമുക്കതിലൂടെ പഠിക്കുകയും ചെയ്യാം. അസ്മാ അഷുഹൂരി, മാസങ്ങളുടെ പേരുകളെ പഠിക്കാം. ലിസനത്തിൽ ഹിജ്റിയ, ഹിജ്റ വർഷത്തിൻ്റെ ഓരോ മാസങ്ങളെയും പഠിക്കാൻ വേണ്ടി നമുക്കൊരു പട്ടിക നോക്കാം. അതിങ്ങനെയാണ്: അഷുഹൂറുൽ ഹിജ്രിയ, ഹിജ്റ മാസങ്ങൾ. 1 അൽ അവ്വൽ, ഒന്നാമത്തേത് മുഹറം മാസമാണ്. അത്താനി, രണ്ടാമത്തേത് സഫർ മാസമാണ്. അസാലിസ്, മൂന്നാമത്തെ മാസം റബിയുൽ അവ്വലാണ്. അറാബിയ, നാലാമത്തെ മാസം റബിയുൽ ആഖറാണ്. അൽ ഖാമിസ്, 5ാമത്തെ മാസം ജുമാദുൽ ഊലയാണ്. അസാദിസ്, 6ാമത്തെ മാസം ജുമാദുൽ ആഖിറയാണ്. അസാബി, 7ാമത്തെ മാസം റജബാണ്. അസാമിൻ, 8ാമത്തെ മാസം ഷഅബാനാണ്. അത്താസി, 9ാമത്തെ മാസം റമദാനാണ്. അൽ ആഷിർ, 10ാമത്തെ മാസം ഷവ്വാലാണ്. അൽ ഹാദി അഷറ, 11ാമത്തെ മാസം ദുൽഖഅദയാണ്. അസാനി അഷറ ദുൽഹിജ്ജ, 12ാമത്തെ മാസം ദുൽഹിജ്ജയാണ്. മുഹറം മുതൽ ദുൽഹിജ്ജ വരെ നമ്മൾ മാസങ്ങളുടെ പേരുകൾ കാണാതെ പഠിക്കുക. അത് ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കുക. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ഷഅബാൻ, റമളാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. ഹയ്യ നഖ്റഉ, നമുക്ക് വായിക്കാം. അൽ അദദുൽ അസ്ലി, അടിസ്ഥാനപരമായ എണ്ണവും. അൽ അർഖാം, നമുക്ക് എഴുത്തിലൂടെ എഴുതുന്ന അക്കവും. അൽ അദദു തർത്തീബിയു വ തർജമത്തു, അതിൻ്റെ നമുക്ക്
തർത്തീബിയായിട്ടുള്ള എണ്ണവും നമുക്ക് നോക്കാം. വാഹിദ് ഒന്ന്, അൽ അവൽ ഒന്നാമത്തെ, ഇസ്നാൻ രണ്ട്, അസാനി രണ്ടാമത്തെ, അഥവാ 1 ഫസ്റ്റ്, 2 സെക്കൻഡ്, 3 തേർഡ്, 4 ഫോർത്ത്, 5 ഫിഫ്ത്ത് എന്ന രൂപത്തിൽ നമ്മൾ അറബിയിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. വാഹിദ് ഒന്ന്, അൽ അവൽ ഒന്നാമത്തേത്, ഇസ്നാനി രണ്ട്, അസാനി രണ്ടാമത്തേത്, സലാസ മൂന്ന്, അസാലിസു മൂന്നാമത്തേത്, അർബഅത്തുൻ നാല്, അറാബിയോ നാലാമത്തേത്, ഖംസത്തുൻ അഞ്ച്, അൽ ഖാമിസു അഞ്ചാമത്തെ, സിത്തത്തുൻ ആറ്, അസാദിസു ആറാമത്തേത്, സബഅത്തുൻ ഏഴ്, അസാബിയോ ഏഴാമത്തേത്, സമാനിയത്തുൻ എട്ട്, അസാമിനു എട്ടാമത്തേത്, അഷറത്തുൻ തിസ്അത്തുൻ ഒൻപത്, അത്താസിയോ ഒൻപതാമത്തേത്, അഷറത്തുൻ പത്ത്, അൽ ആഷിറു പത്താമത്തേത്, അഹദ അഷറ 11, അൽ ഹാദി അഷറ 11ആമത്തേത്, ഇസ്ന അഷറ 12, അത്താനി അഷറ 12ആമത്തേത്, സലാസത്ത അഷറ 13, അസാലിസു അഷറ 13ആമത്തേത്, അർബഅത്ത അഷറ 14, അറാബിയു അഷറ 14ആമത്തേത്, ഖംസത്ത അഷറ 15, അൽ ഖാമിസു അഷറ 15ആമത്തേത്. അപ്പോൾ നമുക്ക് ഓരോന്നും അത് അൽ അദദുൽ അസ്ലിയും അൽ അദദുൽ തർത്തീബിയും ഇത് രണ്ടും നമുക്ക് വെവ്വേറെ മനസ്സിലാക്കാൻ പറ്റണം. ഇതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ഇതിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചില ഭാഗങ്ങൾ നോക്കാം. നുലാഹിദു അൽ അയ്യാമ വശുഹൂറ വ അഹമ്മിയത്തിഹ. നമുക്ക് ചില ദിവസങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. ചില ദിവസങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയുള്ള ദിവസങ്ങൾ നമുക്ക് എങ്ങനെ നോക്കാം. അൽ ആഷിർ 10ആമത്തേത്, മുഹറം മാസത്തിലെ അതിൻ്റെ പ്രത്യേകത സൗമു ആഷിറ, അന്നത്തെ മുഹറം 10ൻ്റെ നോമ്പാണ്, ആഷുറ നോമ്പാണ്. അഥവാ മുഹറം 10ൻ്റെ നോമ്പിനെയാണ് ആഷുറ നോമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അസാനി അഷറ 12, റബിയുൽ അവ്വൽ 12ആമത്തേൻ്റെ പ്രത്യേകതയാണ് മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. അടുത്തത് അൽ ഹാദി അഷറ 11, റബിയുൽ ആഖറിലെ 11, വഫാത്തു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ വഫാത്ത് ദിനമാണ്. അസ്സാബിയ വൽ-ഇശ്റൂന 27, റജബിലെ 27, മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് നടന്ന ദിവസമാണ്. അസ്സാബിയു അഷറ 17ആമത്തേത് റമളാനിലെ 17 യൗമു ബദറിൻ, ബദർ യുദ്ധം നടന്ന ദിവസമാണ്. അൽ അവ്വലു ഷവ്വാലിലെ 1 ഈദുൽ ഫിത്തർ, ചെറിയ പെരുന്നാളാണ്. ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ. അത്താസിയു ദുൽഹിജ്ജയിലെ 9 യൗമു അറഫ ദിവസമാണ്. അൽ ആഷിറു ദുൽഹിജ്ജയിലെ 10ആം ദിവസം ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ ദിവസമാണ്. ഇനി നമുക്ക് നസിരു ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാം എന്നതാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാനുള്ളതാണ്. ഇവിടെ സഫർ അതിനോട് യോജിച്ചതാണ് അശ്ശഹ്റു സാനി, 2ാമത്തെ മാസമാണ് സഫർ. മുഹറം സഫർ 2ാമത്തെ മാസം, അശ്ശഹ്റു സാനി 2ാമത്തെ മാസം. റമളാൻ അശ്ശഹ്റു താസിഅ 9ാമത്തെ മാസമാണ്. 12 അസാനി അഷറക്കാണ് 12 എന്ന് പറയുന്നത്. അവ്വലു ഷുഹൂർ മാസത്തിൻ്റെ ആദ്യം മുഹറം മാസമാണ്. അൽ ആഷിറു മിൻ ദിൽഹിജ്ജയുടെ 10ാമത്തേതാണ് യൗമു ഈദിൽ അദ്ഹ, വലിയ പെരുന്നാൾ ദിവസം. യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. അൽ യൗമു സാദിസ് 6ാമത്തെ ദിവസം, ആഴ്ചയിലെ 6ാമത്തെ ദിവസമാണ് യൗമുൽ ജുമുഅ. ഇങ്ങനെ നമുക്ക് പൂരിപ്പിക്കാൻ ലഭിച്ചാൽ നമുക്ക് ഇങ്ങനെ പൂരിപ്പിക്കാനും കഴിയണം. അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അടുത്ത ഭാഗം നമുക്ക് നുക്കമ്മിലു അൽ ഫറാഗ കമാ ഫിൽ മിസാൽ,
ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം. ഇവിടെ 1 വാഹിദുൻ അൽ അവൽ, ഇതേ രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. 3 അസ്സലാസ എന്നാണ് അറബിയിൽ പറയൽ. അസ്സാലിസു എന്നാണ് അതിനെ മൂന്നാമത്തേത് എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന പദം. 5 അൽ ഖംസത്തു അൽ ഖാമിസു. 7 അസ്സബ്അത്തു അസ്സാബിഉ. 9 അത്തിസ്അത്തു അത്താസിഉ. 11 അഹദ അശറ അൽ ഹാദി അശറ. 13 സലാസത അശറ അസ്സാലിസു അശറ. ഇവിടെ 15 ഖംസത അശറ അൽ ഖാമിസു അശറ. 15 അൽ ഖാമിസു അശറ. ഇനി നമുക്ക് ചില ഖുർആനിൻ്റെ ആയത്തുകൾ നോക്കാം. നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അല്ലാതെ തർത്തീബി വനഖുത്തുഹ തഹ്തഹ. നമുക്ക് ഖുർആനിൽ നിന്ന് ചില ആയത്തുകൾ വായിക്കാം. അതിൽ അദദു തർത്തീബി അഥവാ എണ്ണവുമായി ബന്ധപ്പെട്ട പദം അവിടെ നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് അണ്ടർലൈൻ ഇടുക അഥവാ അടിവരയിടുക. നോക്കാം നമുക്ക്. വ അന അവ്വലുൽ മുഅ്മിനീൻ. ഇവിടെ അവ്വൽ എന്നുള്ളത് ഫസ്റ്റ് എന്നർത്ഥമാണ്, ഒന്നാമത്തേത് എന്നർത്ഥമാണ്. സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. സാനി എന്നുള്ളത് രണ്ടാമത്തെ എന്നർത്ഥം വരുന്നതാണ് സാനി. ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. ഇവിടെ സാലിസു എന്നുള്ളത് മൂന്നാമത്തെ എന്നർത്ഥം വരുന്നതാണ്. അടുത്ത സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബുഹും. ഇവിടെ റാബിഉ എന്നുള്ളത് നാലാമത്തെ എന്നർത്ഥം വരുന്നതാണ്, റാബിഉ. അതുപോലെ അൽ ഖാമിസത്തു അന്ന ലഅനത്തല്ലാഹി അലൈഹി. ഇവിടെ അൽ ഖാമിസ എന്നുള്ളത് എണ്ണത്തിന് അഥവാ അഞ്ചാമത്തെ എന്നർത്ഥം വരുന്നതാണ്. അടുത്ത വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും. ഇവിടെ സാദിസു എന്നുള്ളത് ആറാമത്തെ എന്നർത്ഥം വരുന്ന പദമാണ്. അടുത്തായി നമുക്ക് നൻസഖുൽ അൽ കലിമാത്ത്, പദങ്ങൾ നമുക്ക് എടുത്തെഴുതാനുള്ളതാണ്. ഫി അയ്യി യൗമിൻ വുലിദ നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താഴെ നമുക്കതൊരു കോപ്പി എഴുതുന്നത് പോലെ നല്ല വൃത്തിയിൽ എഴുതി നമ്മുടെ എഴുത്തുകളൊക്കെ നന്നാക്കുക. പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എഴുത്ത് നന്നാക്കുക എന്നുള്ളത്. പരീക്ഷയിലൊക്കെ എഴുതുന്നത് നല്ല എഴുത്തായാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാനും ആ എഴുത്തിലൂടെ നമുക്ക് ആൻസർ, ശരിയുത്തരം ഒക്കെ ക്ലിയറായി മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയും. അള്ളാഹു നല്ല നിലയിൽ പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.